ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സീരീസ് അൺഫോൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് സ്ക്വിഡ് ഗെയിംസിന്റെ ഫോർത്ത് എപ്പിസോഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡ് തുടങ്ങുന്നത് എല്ലാവർക്കും പ്ലെയേഴ്സിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. ഇതില് ഒരു മുട്ട പുഴുങ്ങിയതും ബിയറും മാത്രമാണ് ഇവർക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. ഇതിലൊരു റൗഡി ഉണ്ട്. ആ പുള്ളി നമ്മുടെ സവിതയും തമ്മിൽ ഒരു പ്ലാൻ ഇടുന്നുണ്ട്. അതായത് ഒന്നും കൂടെ ആഹാരം മേടിക്കാം എന്ന രീതിയിൽ, ഒന്നും കൂടെ ആ ലൈനിൽ പോയി നിന്ന് ആഹാരം മേടിക്കാം എന്ന രീതിയിൽ. അങ്ങനെ പോയി നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വേറൊരു പെൺകുട്ടി ഇതിനെ ചോദ്യം ചെയ്യുകയും നമ്മുടെ റൗഡി പുള്ളി അവളെ ചീത്ത പറയുകയും ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് സീനിൽ കാണിക്കുന്ന എന്ന് പറഞ്ഞാല് അവസാനം നിന്നിരുന്ന 5 പേർക്ക് ഫുഡ് തികയാതെ വരികയും അവരതിന് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ തന്നെ മറ്റേ നേരത്തെ റൗഡി ആയിരുന്ന ആള് ചീത്ത പറഞ്ഞ പെൺകുട്ടി ഉടനെ കാണിച്ചു കൊടുക്കുകയാണ് ഇവരൊന്നും കൂടെ ആ ലൈനിൽ കയറി നിന്നിട്ടാണ് ആ 5 പേർക്കുള്ള ഫുഡ് കിട്ടാതെ പോയെന്ന് പറയുകയും ആ പുള്ളി 5 പേരിൽ ഒരാള് ഇത് കേട്ടിട്ട് പോയി റൗഡിയുടെ അടുത്ത് പോയി വഴക്കുണ്ടാക്കാൻ പോവുകയും ചെയ്യുന്നുണ്ട്. അത് ആ സമയത്ത് അവിടെ വലിയൊരു വഴക്ക് നടക്കുന്നുണ്ട്. റൗഡി ആണെങ്കിൽ അവനെ അടിച്ച് നിലംപരിശാക്കി നിലത്തിട്ട് കുറെ ചവിട്ടുകയും കുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ കുറെ ചവിട്ടേന്റെ ഭാഗമായിട്ട് അവന്റെ പൾസ് നോക്കിയപ്പോൾ അവൻ മരിച്ചു പോയതായിട്ട് അറിയുകയും ചെയ്തു. ഇത് നമ്മുടെ ഹീറോ ആയ സിയൂണിന് ഭയങ്കരമായിട്ട് വിഷമം വന്നു. അവൻ ഇതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ലേ, ഇവിടെ എന്താണ് ഈ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ശബ്ദിക്കുകയും ക്യാമറ നോക്കി ആ ചീഫിന്റെ അടുത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, ആരും ഇതിനെ വിലക്കൊന്നും എടുത്തില്ല. എല്ലാരും നിശബ്ദമായിട്ടിരുന്നു. ആ സമയത്ത് നമ്മുടെ ബോർഡില് പുതിയ ഒരു അനൗൺസ്മെന്റ് വന്നു. 108 പ്ലേയേഴ്സിൽ നിന്ന് ഒരാൾ എലിമിനേറ്റ് ആയി 107 പ്ലേയേഴ്സേ ഉള്ളൂ എന്ന രീതിയിൽ കാണിക്കുകയും അവർക്കുണ്ടായിരുന്ന മണി ബാങ്ക് ആ ഒരു ബോളിലേക്ക് പണം വന്ന് നിറയുകയും ചെയ്യുന്നതാണ് അടുത്തായിട്ട് കാണിക്കുന്നത്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഓരോരുത്തരെ എലിമിനേറ്റ് ആവുന്നതിനനുസരിച്ച് പണം വന്ന് നിറയും, അവർക്ക് വിന്നിംഗ് പ്രൈസ് കൂടുകയാണ് ചെയ്യുക എന്ന് കണ്ടിട്ട് എല്ലാവരും ആൾക്കാരെ കൊന്നാലും ഒരു കുഴപ്പമില്ല എന്ന ഒരു ചിന്തയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അടുത്തത് കാണിക്കുന്ന എന്ന് പറഞ്ഞാല് ഈ പുള്ളി ഇവിടുത്തെ ഒരു പ്ലെയർ ആണെങ്കിലും ഇയാൾ ഒരു ഡോക്ടറാണ്. അപ്പോൾ ഈ എലിമിനേറ്റ് ആയി കൊണ്ടുവരുന്ന ശവങ്ങളിൽ നിന്നും മരിച്ചു പോകാത്ത ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, അവരുടെ അവയവങ്ങൾ മുറിച്ചെടുത്ത് ചൈനയിലേക്കും മറ്റും കടത്തുന്ന ഒരു പരിപാടിയാണിത്. അപ്പൊ അതിനാണ് ഈ പ്ലെയറിലുള്ള ഈ ഡോക്ടറിനെ ഇവർ വിളിച്ചുകൊണ്ട് വരുന്നത്. അതിന്റെ പ്രത്യുപകാരമായിട്ട് ഡോക്ടറിന് അടുത്ത ദിവസത്തെ കളി ഏതാണെന്ന് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മുടെ പ്ലെയേഴ്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാവരും ടീമായിട്ട് ഇരുന്നിട്ട്, നമ്മുടെ ടീമാണല്ലോ അലിയും പിന്നെ ഷാഹിയുടെ ബ്രദറും അപ്പൂപ്പനും എല്ലാം. അപ്പൊ ഇവര് ടീമായിട്ട് ഇരുന്നിട്ട് സംസാരിക്കും, ഇന്നത്തെ രാത്രി ഉറങ്ങാതെ ഇരിക്കണം, എന്ത് വേണേലും സംഭവിക്കാനുള്ള രീതിയിൽ. സമയം നമ്മുടെ മിയോക്കിന് നമ്മുടെ ഹീറോ ആയ സിയോൺ ആണെങ്കിൽ സിയോൺ അല്ല ഹാൻജൂൺ, ഹീറോ ആയ ഹാൻജൂൺ വന്നിട്ട് വിളിക്കുന്നുണ്ട്, മിയോക്ക് വന്ന് ഞങ്ങളുടെ ടീമിൽ കൂടിക്കോ, ഇന്ന് രാത്രി ലൈറ്റ് ഓഫ് ആയതിനു ശേഷം ഇവിടെ വലിയൊരു രക്തപ്പുഴ തന്നെ ഒഴുകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൾ ആദ്യം അത് കൂട്ടാക്കുന്നില്ല. ദെൻ ഇവിടെ ആ ഗെയിംസ് എന്താണ് നാളത്തെ ഗെയിം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം റെഡ് സ്യൂട്ട് ഇട്ട സ്റ്റാഫ് പറയുന്നുണ്ട് ഇന്ന് രാത്രി അവിടെ വലിയൊരു വഴക്ക് തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ നല്ല കരുത്തരായ ആൾക്കാരുള്ള ടീമിൽ പോയി ചേർന്നോളാൻ ആ റെഡ് സ്യൂട്ട് ഇട്ട ആള് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ ഡോക്ടർ വന്ന് ആ റൗഡികളുടെ ടീമിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ നിങ്ങളുടെ ടീമിൽ എന്നെ കൂടെ കൂട്ടുവോ എന്നുള്ളത്. അപ്പൊ അവര്, നിങ്ങളെ കേട്ടിട്ട് എന്താണ് ഞങ്ങൾക്ക് പ്രയോജനം, ഞങ്ങൾക്ക് പനി പിടിച്ചാൽ നിങ്ങൾ സൂചി വന്ന് കുത്തുവോ, അതാണ് നിങ്ങളെ കൊണ്ട് പ്രയോജനം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചു വിടുന്നു. ദെൻ പുറത്ത് നമ്മുടെ റെഡ് സ്യൂട്ട് സ്റ്റാഫ്സ് എല്ലാം വന്നിട്ട് ഈ ഒരു ഡോർ ക്ലോസ് ആക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് അകത്ത് എന്ത് നടന്നാലും തുറക്കണ്ട എന്നുള്ള രീതിയിൽ. ദെൻ രാത്രി ആവുന്നു, എല്ലാവരും കിടന്നുറങ്ങുന്നു. ആ സമയത്ത് നമ്മുടെ റൗഡി ആള് കയ്യിലൊരു
ബിയർ കുപ്പി ഉണ്ടായിരുന്നത്. അത് അവൻ പൊട്ടിച്ച് ഒരു ആയുധമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം സ്റ്റാഫുകളെല്ലാം അവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കി യുവി ലൈറ്റിന്റെ ഇതില് ആൾക്കാരെ ആരൊക്കെ എണീക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഓണാക്കി അവർ അതിൽ കൂടെ വീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത നിമിഷം ഇതിൽ നിന്ന് ഓരോരുത്തരായിട്ട് എണീച്ച് വരികയും ആദ്യം നമ്മുടെ റൗഡിയാണ് എണീച്ച് വരുന്നത്. റൗഡി എണീച്ച് വന്നിട്ട് അവനെ നേരത്തെ ഒറ്റിക്കൊടുത്ത പെൺകുട്ടിയെ വന്ന് തുരുതുരാ കുത്തി കൊല്ലുവാണ് ചെയ്യുന്നത്. ദെൻ അവിടെ ഈ സൗണ്ട് കേട്ടിട്ട് ബാക്കിയുള്ള ആൾക്കാരെല്ലാം എണീച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കൊല്ലുകയും മറ്റേ ബെഡുകളെല്ലാം മറിച്ചിടുകയും ഒക്കെ ചെയ്യുന്നതാണ് അടുത്ത സീനിൽ കാണിക്കുക. അതിനു വേണ്ടിയിട്ട് ലൈറ്റ്സ് ഇങ്ങനെ ബ്ലിങ്ക് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ ഒന്നും തന്നെ കാണാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ണിൽ കാണുന്നവരെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ ഒരു സീന്. ദെൻ കുറെ അങ്ങനെ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ അപ്പൂപ്പൻ ഒരു നിലവിളിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് നിർത്തുവോ, മതിയായി എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ലൈറ്റ്സ് ഓൺ ആക്കി നമ്മുടെ റെഡ് സ്യൂട്ട് ഇട്ട സ്റ്റാഫുകളെല്ലാം ഈ ഒരു ഹാളിനകത്തേക്ക് കയറി വന്നിട്ട് മരിച്ചു കിടക്കുന്ന ആൾക്കാരെ പോയി എണ്ണുവാണ് ചെയ്യുന്നത്. അതാണ് അടുത്ത സീൻ. ദെൻ കാണിക്കുന്ന ആ ബോഡിയിൽ എത്ര ആൾക്കാർ എലിമിനേറ്റ് ആയിപ്പോയി, ഇനി എത്ര പേരുണ്ട് എന്നുള്ളതാണ് ബോഡി കാണിക്കുന്നത്. അത് നോക്കി എല്ലാവരും റെസ്റ്റ് എടുത്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ദെൻ അടുത്ത സീനിന് നമ്മുടെ ആരാണ് റൗഡിയും സവിതയും തമ്മിൽ റൊമാൻസ് കാണിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ അതിൽ സവിത ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ചതിക്കുവോ, ഇട്ടിട്ട് പോകുവോ ഇല്ല എന്ന് അയാളും പറയുന്നുണ്ട്. ദെൻ കാണിക്കുന്നത് അടുത്ത ദിവസം ഇവരെല്ലാം കൂടെ ഒരു സ്ഥലത്തേക്ക് അടുത്ത ഒരു ഗെയിംസിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. ആ ഗെയിംസ് എന്ന് പറഞ്ഞാല് വടംവലിയാണ്. അപ്പോൾ നല്ല കരുത്തരായ ആൾക്കാർ വേണ്ട ഒരു ഗെയിമാണ്. അപ്പൊ ഇവരുടെ ടീമില് ഓൾറെഡി മിയോക്ക് കഴിഞ്ഞ ദിവസത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞപ്പോൾ മിയോക്ക് ഇവരുടെ ടീമിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പൂപ്പനും ഉണ്ട്. അപ്പൊ ഇനി കരുത്തരായ ആൾക്കാരെ നോക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹാൻജുവിന്റെ ബ്രദർ ഇവരെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. ഓരോരുത്തരോട് പോയി പോയി ചോദിക്കുകയാണ്. ഇവിടെ സവിതയാണെങ്കിൽ നമ്മുടെ റൗഡി തേച്ചിട്ടുണ്ട്. സവിത പെണ്ണായതുകൊണ്ട് തന്നെ ഇവരുടെ ടീമിൽ നിന്ന് നമ്മുടെ റൗഡി അവളെ പുറത്താക്കിയിട്ടുണ്ട്. ദെൻ എല്ലാവർക്കും 10 പേരെ വെച്ചിട്ട് ഓരോ ടീം ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഹാൻജു, അലി, അപ്പൂപ്പൻ എല്ലാം ഉള്ള ടീമിൽ 9 പേരെ ആയിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ്. 9 പേരില് 4 പെണ്ണുങ്ങളും, സോറി 9 പേരിൽ 3 പെണ്ണുങ്ങളും ബാക്കിയുള്ള ആണുങ്ങളും ഒരു അപ്പൂപ്പനുമാണുള്ളത്. അങ്ങനെ അവർ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കവിതയാണെങ്കിൽ ആ ടീമിലേക്ക് കയറി വന്ന് ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുമ്മനെ അടിക്കുന്നതാണ് കാണുന്നത്. പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാതെ അവരെ ഇതിലേക്ക് അവർ ചേർക്കുന്നുമുണ്ട്. ഇവിടെ ഈ ടീമിൽ കൂടുതലും പെണ്ണുങ്ങളാണല്ലോ എന്ന് വിചാരിച്ച് ആകെ ഒരു ദേഷ്യം മട്ടിലിരിക്കുവാണ് നമ്മുടെ ഹാൻജുവിന്റെ ബ്രദർ. അതിന്റെ കൂടെ ഒരു അപ്പൂപ്പനെയും ആർക്കും വേണ്ടായിരുന്നു. അവസാനം അപ്പൂപ്പൻ ഈ ടീമിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ദെൻ എന്തോ ആകട്ടെ, ഇനി വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഈ ടീം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ദെൻ വടംവലി നടത്തുന്ന സ്ഥലം ഏതാന്ന് കാണിച്ചത് നല്ല ഹൈറ്റിൽ വെച്ചിരിക്കുന്ന 2 പ്ലേസസ് ആണ്. അവിടെ നിന്നാണ് ഈ കളി കളിക്കേണ്ടത്. എന്തെങ്കിലും തോറ്റു പോകുന്ന ടീം ആ കയറ് പൊട്ടി താഴേക്ക് ആ ഹൈറ്റിൽ നിന്ന് താഴെ വീണ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ എലിമിനേഷൻ. അങ്ങനെ ഓരോ ടീംസിനെയും വരിവരിയായിട്ട് അവിടെ നിർത്തുന്നുണ്ട്. ആദ്യത്തെ ടീം എന്ന് പറഞ്ഞാല് നമ്മുടെ റൗഡികളുടെ ടീമും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറെ 10 ആൾക്കാരുടെ ടീമും ഉണ്ട്. സ്വാഭാവികമായിട്ടും റൗഡികളുടെ ടീമിൽ തടിമാടന്മാരായ 10 പേരാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവര് തന്നെ ഈ കളിയിൽ ജയിക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് ടീമിന്റെ പരിതാപകരമായ അവസ്ഥയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത്. അങ്ങനെ തോക്കുന്ന ടീമിനെ ആ കയറ് അവര് ബ്ലേഡ് കൊണ്ട് മുറിച്ചു വിടുകയും അവർ എത്രയും പേര് ആ കയറോട് കൂടി താഴെ
വീണ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് വിളിച്ചത് നമ്മുടെ ഹാൻജൂൺ നായകനായിട്ടുള്ള ടീമും ഓപ്പോസിറ്റ് വേറെ 10 പേരുള്ള ഒരു ടീമിനെയുമാണ്. അപ്പോൾ ഈ ടീമിനെ എങ്ങനെ ജയിപ്പിക്കണം എന്നുള്ളത് അപ്പൂപ്പൻ പറഞ്ഞു കൊടുക്കുവാണ്. അപ്പൂപ്പൻ പറയുന്നു, നങ്കൂരം ഇട്ട പോലെ ചങ്കുറപ്പുള്ള നല്ല ശക്തിയുള്ള ഒരാള് വേണം കയറിന്റെ ഏറ്റവും പുറകിലത്തെ അറ്റത്ത് പിടിക്കാനായിട്ട്. അതിനുവേണ്ടി നമ്മുടെ അല്ലിയെ ഇവര് നിർത്തിയിട്ടുണ്ട്. ദെൻ കയറ് നടുക്ക് വെച്ചുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാർ നിൽക്കുക എന്ന രീതിയിൽ വേണം എല്ലാവരും നിൽക്കാനായിട്ട്. അതുപോലെ തന്നെ കയറ് കക്ഷത്തു ഭാഗത്ത് വെച്ച് മുറുക്കി വെച്ച് പിടിക്കുകയാണ് വേണ്ടിയത്. അതുപോലെ കാലുകളെല്ലാം നേരെ വരത്തക്ക വിധം നിലത്ത് ഉറപ്പിച്ചുകൊണ്ട് വേണം നിൽക്കാന്. ദെൻ നിൽക്കേണ്ട വേറൊരു രീതി എന്ന് പറഞ്ഞാല് 10 മിനിറ്റ് നേരത്തേക്കിന് പുറകിലുള്ള ആളുടെ തുട കാണുന്ന രീതിയിൽ തലയും മേൽ ശരീരവും പുറകോട്ട് ചായ്ച്ച് 10 മിനിറ്റ് അനങ്ങാതെ നിന്ന് വേണം ഈ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറയുന്നത്. അപ്പൊ അപ്പൂപ്പന്റെ വാക്ക് കേട്ട് എല്ലാരും അതുപോലെ നിൽക്കുന്നതായിട്ടാണ് അടുത്ത സീൻ കാണിക്കുന്നത്. അപ്പൊ ഇവര് 10 മിനിറ്റ് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത് കൊണ്ട് ഓപ്പോസിറ്റ് ടീമുകാര് അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല. പതുക്കെ അവരുടെ കയ്യിൽ നിന്ന് കയറ് വിട്ടു പോകുന്നുണ്ട്. ആ കയറിന്റെ മെയിൻ ഭാഗം അങ്ങോട്ട് നീങ്ങി പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇതില്. അങ്ങനെ ഒരു പോയിന്റ് എത്തുമ്പോ അവരുടെ കയ്യിൽ നിന്നും അവർ കയറ് തെന്നി പോവുകയും അവര് വീഴാൻ പോകുന്ന സമയത്തിന് ഫ്രണ്ടിൽ നിൽക്കുന്ന ഹാൻജൂൻ ഇത് കണ്ടിട്ട് എല്ലാരും എളുപ്പം തന്നെ പുറകോട്ട് വലിച്ചോളാൻ ആക്രോശിക്കുന്നു. അത് കണ്ടോണ്ട് എല്ലാരും സ്പീഡിൽ പുറകോട്ട് വലിക്കുന്നതാണ് അടുത്ത സീൻ. അങ്ങനെ പുറകോട്ട് വലിച്ച് ഇവര് ജയിക്കാൻ കുറച്ചും കൂടെ ഉള്ളൂ എന്ന സമയമാകുമ്പോഴത്തേക്കിനും ഓപ്പോസിറ്റ് ടീമുകാരും അവരുടെ പണയം വെച്ചുകൊണ്ടാണല്ലോ കളിക്കുന്നത്. അവരും തിരിച്ചു വലിക്കാനായിട്ട് തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ടീം അവരിപ്പോൾ തോക്കുമെന്ന രീതിയിലാകുകയും ആ സമയത്തിന് നമ്മുടെ സിയോണിന്റെ ബ്രദർ വിളിച്ചു പറയുന്നുണ്ട് എല്ലാവരും 3 സ്റ്റെപ്സ് മുന്നോട്ട് വെക്കാൻ. അങ്ങനെ അവർ 3 സ്റ്റെപ്സ് മുന്നോട്ട് വെക്കുന്നിടത്ത് ഈ എപ്പിസോഡ് തീരുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ അവര് ജയിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണാം. അതിനു വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ, പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.